ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA സോഷ്യോളജി ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജി എന്ന് പറയുന്ന ഭാഗത്തിലെ യൂണിറ്റ് 1 അതിലെ രണ്ടാമത്തെ ടോപ്പിക്കായ സയൻറ്റിഫിക് റവല്യൂഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒരു നോട്ട് ബുക്കും പെന്നുമായി ഇരുന്നുകൊള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊന്ന് വായിക്കാം. The scientific revolution was a transformative period in history that unfolded over several centuries. Roughly from the late 15th to 18th century, it marked a profound shift in how people viewed the natural world, moving away from traditional beliefs rooted in religious authority and ancient texts towards a more empirical and evidence-based approach to understanding the universe. അപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സയൻറ്റിഫിക് റവല്യൂഷൻ അതായത് ശാസ്ത്രീയ വിപ്ലവം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു പരിവർത്തന കാലഘട്ടമായിരുന്നു. ഇത് നിരവധി നൂറ്റാണ്ടുകളായി ഏകദേശം 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 18-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു. ഇപ്പോഴും സയൻറ്റിഫിക് റവല്യൂഷൻ നടക്കുന്നുണ്ട്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയുടെ ആവിർഭാവമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. മതപരമായ അധികാരങ്ങളിൽ വേരൂന്നിയ പരമ്പരാഗത വിശ്വാസങ്ങളിൽ നിന്നും പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്നും മാറി പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിനുള്ള കൂടുതൽ അനുഭവപരവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ സമീപനത്തിലേക്ക് ആളുകൾ പ്രകൃതി ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിലെ ആഴത്തിലുള്ള മാറ്റം ഇത് അടയാളപ്പെടുത്തി. അപ്പം നമുക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അതായത് ഫാക്റ്റാണ്, അതായത് റിയൽ ഫാക്റ്റുകളെയാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കലി എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ വിശ്വസിക്കാം. അതിനെയാണ് നമ്മൾ സയൻറ്റിഫിക് ഫാക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ജനങ്ങൾ ഈ പിന്നെന്താ പറയുക, മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൂടാതെ ഒരുപാട് കാര്യങ്ങളിൽ അവർ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അവർ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് എവിഡൻസ് കിട്ടിയാൽ മാത്രമേ അവരെന്തും വിശ്വസിക്കുകയുള്ളൂ. അത് യുക്തിപരമായ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതിനൊരുപാട് സയൻറ്റിസ്റ്റൊക്കെ കാരണമായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സയൻറ്റിഫിക് റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും 6 ഘട്ടങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെയാണ് സയൻറ്റിഫിക് റവല്യൂഷൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെയാണ് കണ്ടക്സ്റ്റ് ആൻഡ് പ്രീ കണ്ടീഷൻസ്. രണ്ടാമത്തെ കീ ഫിഗേഴ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. ആരൊക്കെയാണ് സയൻറ്റിഫിക് റവല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്തത് അവരുടെ ഡീറ്റെയിലൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മെത്തഡോളജിക്കൽ ഷിഫ്റ്റ്, ഇമ്പാക്റ്റ് ആൻഡ് ലെഗസി. അതായത് 4 കാര്യങ്ങൾ കേട്ടോ, 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ 5ാമത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതിനത് ഉൾപ്പെടുത്താൻ വിട്ടുപോയി. അത് അടുത്ത സ്ലൈഡിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് സയൻറ്റിഫിക് റവല്യൂഷൻ്റെ സ്റ്റെപ്പുകൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് വിശദീകരിക്കാം. ഫസ്റ്റ് കണ്ടക്സ്റ്റ് ആൻഡ് പ്രീ കണ്ടീഷൻസ്. 5ാമത്തെ വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഇവാലുവേഷനാണ്. അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ലാസ്റ്റ്. നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കണ്ടക്സ്റ്റ് ആൻഡ് പ്രീ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തായിട്ട് വരുന്നതാണ് റെനസൻസ് ഇൻഫ്ലുവൻസ്. ദ റെനസൻസ് റിവീൽ ഓഫ് ക്ലാസിക്കൽ ലേണിംഗ് ആൻഡ് ആർട്ട് പ്രൊവൈഡഡ് എ ഫെർട്ടൈൽ ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ് ആൻഡ് എൻകറേജ്ഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇൻക്വയറി. അതായത് നവോത്ഥാന സ്വാധീനം അല്ലേ, റെനസൻസ് ഇൻഫ്ലുവൻസ്. ക്ലാസിക്കൽ പഠനത്തിൻ്റെയും കലയുടെയും നവോത്ഥാന പുനരുജ്ജീവനം വിമർശനാത്മക ചിന്തയെയും അന്വേഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ബലഭൂയിഷ്ഠമായ ഭൗതിക അന്തരീക്ഷം പ്രദാനം ചെയ്തു. നമുക്കറിയാം, റെനസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാന നേതാക്കന്മാരൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ നവോത്ഥാന ആദർശങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ പറയുകയൊക്കെ ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ നേതാവാണ് ശ്രീനാരായണ ഗുരു. അടുത്തതാണ് പ്രിൻറ്റിംഗ് പ്രസ്. അതിനകത്ത് എന്താണ് വരുന്നത്, ദ ഇൻവെൻഷൻ ഓഫ് ദി പ്രിൻറ്റിംഗ് പ്രസ് ഇൻ ദ മിഡ് 15th century enabled the rapid dissemination of ideas and scientific knowledge, facilitating the spread of new discoveries. നമുക്കറിയാം പ്രിൻറ്റിംഗ് പ്രസ്, അതായത് പ്രിൻറ്റിങ്ങിൻ്റെ കണ്ടുപിടുത്തം വളരെ ട്രമൻഡസ് ചേഞ്ചസ് ഉണ്ടാക്കിയ കാര്യമാണ്. ഇത് 15ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം അല്ലേ. നമുക്കറിയാം ഒത്തിരി മാറ്റങ്ങളല്ലേ അതിന് ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ ആശയങ്ങളും ശാസ്ത്രവിജ്ഞാനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വ്യാപനം സാധ്യമാക്കി. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ വരുന്നത്. അടുത്തതാണ് എക്സ്പ്ലോറേഷൻ ആൻഡ് ട്രേഡ്. ഇത് പര്യവേഷണവും വ്യാപാരവും. വ്യാപാരം വഴി ഒരുപാട് മാറ്റങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ സയൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് വിറ്റഴിക്കണം. അതിനുവേണ്ടി എന്താണ് പര്യവേഷണം യൂറോപ്യന്മാരെ പുതിയ സംസ്കാരങ്ങൾ, അറിവുകൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നിവയിലേക്ക് തുറന്നു കാട്ടുകയും യൂറോപ്പിന് പുറത്തുള്ള ലോകത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണർത്തുകയും ചെയ്തു. നമുക്കറിയാം ഒരുപാട് വ്യാവസായികപരമായിട്ട് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി, മൈഗ്രേഷൻ സംഭവിച്ചു, ജോലിക്ക് വേണ്ടി അതുപോലെ തന്നെ യാത്ര ചെയ്തു, അതുപോലെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയും യാത്രകൾ ചെയ്തു. അപ്പോൾ വ്യാപാരത്തിന് വലിയൊരു മാറ്റം
വ്യാപാരത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി സയൻറ്റിഫിക് റെവല്യൂഷൻ ഒരു കാരണമായി. അതാണ് ഇതിനകത്ത് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആൻഡ് ട്രേഡ്. അടുത്തതാണ് കീ ഫിഗേഴ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. അതായത് സയൻറ്റിഫിക് റെവല്യൂഷന് വേണ്ടി പ്രവർത്തിച്ച കുറച്ച് ആളുകളുടെ, അതായത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കീ ഫിഗേഴ്സ്, അവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ നിക്കോളാസ് കോപ്പർനിക്കസ്. അപ്പം നിക്കോളാസ് കോപ്പർനിക്കസ് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഭൂകേന്ദ്രീകൃത വീക്ഷണത്തെ, അതായത് എന്താണ് നമ്മുടെ സോളാർ സിസ്റ്റം, അതിനൊരു പുതിയ കണ്ടുപിടുത്തം കൊണ്ടുവന്നു. അതായത് വെല്ലുവിളിച്ച് സൗരയൂഥത്തിൻ്റെ സൗരകേന്ദ്ര മാതൃക നിർദ്ദേശിച്ചു. ഇതാണ് അദ്ദേഹം സൗരയൂഥ മാതൃക കൊണ്ടുവന്നത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. പിന്നെ അടുത്തത് കെപ്ലർ, ജോഹാനസ് കെപ്ലർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഗ്രഹചലന നിയമങ്ങൾ കണ്ടെത്തി. പ്ലാനറ്ററി മോഷൻ. പിന്നെ കോപ്പർനിക്കസിൻ്റെ ആശയങ്ങൾ പരിഷ്കരിച്ചു, ആധുനിക ജ്യോതിശാസ്ത്രത്തിന് അടിത്തറയിട്ടു. അപ്പോൾ ഇതാണ് കെപ്ലർ ചെയ്തത്. അടുത്തത് ഗലീലിയോ ഗലീലി, അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗലീലിയോ ഗലീലി ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്തത്, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ്. കോപ്പർനിക്കസ് സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നതും പരീക്ഷണാത്മക രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ദൂരദർശിനി ഉപയോഗിച്ചു. അപ്പോൾ ദൂരദർശിനിയുടെ ഒരു കണ്ടുപിടുത്തം നടത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ഇനി അടുത്തത് ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ ഭൗതിക പ്രതിഭാസങ്ങളുടെ ഗണിതശാസ്ത്ര അടിസ്ഥാനം പ്രകടമാക്കിക്കൊണ്ട് ചലനത്തിൻ്റെയും സാർവത്രിക ഗുരുത്വാകർഷണത്തിൻ്റെയും നിയമങ്ങൾ രൂപപ്പെടുത്തി. അപ്പോൾ ഐസക് ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മോഷൻ, ലോ ഓഫ് മോഷൻ ആൻഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അടുത്തതാണ് എംപിരിസിസം. എംപിരിസിസം എന്ന അനുഭവവാദം. അതായത് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്ന ഒരു വേർഡാണ് എംപിരിസിസം. എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ. അപ്പോൾ അതിലൂടെ ഡിറൈവ് ചെയ്യുന്ന നോളേജ് ആ നോളേജിനെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ നോളേജിലായിരിക്കും സത്യം ഉണ്ടാവുക, ഫാക്റ്റ് ഉണ്ടാവുക. അതിനെയാണ് എംപിരിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എംപിരിസിസം വന്നതോടുകൂടി പ്രാചീന ഗ്രന്ഥങ്ങളെയും അധികാരത്തെയും ആശ്രയിക്കുന്നത് മാറ്റി. അതായത് നമ്മൾ റീപ്ലേസ് ചെയ്തു, ആൻഷ്യൻ്റ് ടെക്സ്റ്റ് ആൻഡ് അതോറിറ്റി. അതല്ല അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥ നോളേജുകളാണ്, റിയൽ ആയിട്ടുള്ള നോളേജാണെന്ന് സയൻസ് പ്രൂവ് ചെയ്തു. പിന്നെ അടുത്തത് മാത്തമെറ്റൈസേഷൻ. അതായത് ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ടു ഡിറൈവ് ഫിസിക്കൽ ഫിനോമിന ആസ് സീൻ ഇൻ കെപ്ലേഴ്സ് ലോ ആൻഡ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ കെപ്ലറുടെ നിയമങ്ങളും ന്യൂട്ടൻ്റെ ചലനത്തിൻ്റെയും ഗുരുത്വാകർഷണ നിയമങ്ങളും കാണുന്നത് പോലെ ഭൗതിക പ്രതിഭാസങ്ങളെ വിവരിക്കുന്നതിനുള്ള ഗണിതശാസ്ത്രത്തിൻ്റെ പ്രയോഗം. അതായത് ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷൻ, അതൊക്കെ നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു ഇക്വേഷനിലൂടെ ആയിരിക്കും. അതിന് നമ്മൾ മാത്തമാറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിനെയാണ് മാത്തമെറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതും സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ ഒരു ആവിർഭാവത്തോടു കൂടിയാണ് മാത്തമെറ്റൈസേഷനും ഇമ്പ്രൂവ് ചെയ്തത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്തതാണ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ രീതിയാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് അപ്രോച്ചസ് ടു ഇൻക്വയറി, എംഫസൈസിങ് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് എംപിരിക്കൽ വാലിഡേഷൻ. അതായത് സയൻസ് എന്ന് പറയുന്നത് ഒരു ചിട്ടയായിട്ടുള്ള ഒരു പഠനമാണ്. അതായത് സിസ്റ്റമാറ്റിക് ആയിരിക്കും. നമ്മളത് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നു, പിന്നെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്ന ടൂള് നിർമ്മിക്കുന്നു, അതിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഫൈൻഡിങ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലെത്തുന്നത്. അതിനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും സയൻസ് ഒരു സിസ്റ്റമാറ്റിക് എൻക്വയറി ആണെന്ന്. അടുത്താണ് ഇമ്പാക്റ്റ് ആൻഡ് ലെഗസി. അതിനകത്ത് ഇൻ്റലക്ച്വൽ റവല്യൂഷനാണ് വരുന്നത്. അത് ഭൗതിക വിപ്ലവം. ശാസ്ത്രീയ വിപ്ലവം സ്ഥാപിത വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുകയും പുതിയ ശാസ്ത്രശാഖകളുടെ വികാസത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു. അത് നമുക്കറിയാം. ഈ സയൻറ്റിഫിക് മെത്തേഡ് അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ, എംപിരിസിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നോളേജുകൾ നമ്മൾ നിർമ്മിക്കുകയും അതിൻ്റെ റിയൽ നോളേജുകൾ നിർമ്മിക്കുകയും മുൻകാലങ്ങളിൽ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങളിൽ നിന്ന് മാറ്റം, അതായത് ബിലീഫൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ജനങ്ങൾ അതൊക്കെ അവിശ്വസിക്കുകയും അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനും തുടങ്ങി. അത് ഇൻ്റലക്ച്വൽ റവല്യൂഷൻ സംഭവിച്ചു. പിന്നെ അടുത്ത ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആണ്. അപ്പോൾ സാങ്കേതിക മുന്നേറ്റങ്ങൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജി പരമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ മെക്കാനിസം, അതുപോലെ തന്നെ ഒപ്റ്റിക്സ്, ഇതൊക്കെ ഫിസിക്സായിട്ട് റിലേറ്റ് ചെയ്താണ്. അതിനൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ മെച്ചപ്പെടുത്താൻ സാധിച്ചു. പിന്നെ സാങ്കേതിക കണ്ടുപിടുത്തങ്ങളിലേക്ക് ശാസ്ത്രീയ കണ്ടെത്തലുകൾ നയിച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും
ഇതിനകത്ത് വരുന്നത് അല്ലേ, ടെക്നോളജിനകത്ത് വരുന്ന കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം, പുതിയ പുതിയ മെഷീനുകളുടെ കണ്ടുപിടുത്തം, പിന്നെ അതുപോലെ തന്നെ ബയോളജിയിൽ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ്, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നീട് കൾച്ചറൽ ആൻഡ് ഫിലോസഫിക്കൽ ചേഞ്ചസ്, അതായത് സാംസ്കാരികവും ദാർശനികവുമായ മാറ്റങ്ങൾ. അതായത് ഒരു മതേതര ലോകവീക്ഷണത്തെ പ്രോത്സാഹിപ്പിച്ചു. സന്ദേഹവാദം, യുക്തിവാദം വൈദ്യശാസ്ത്രത്തിൽ നിന്ന് ശാസ്ത്രത്തെ വേർതിരിക്കുന്നു. അതായത് നമുക്കറിയാം എന്താണ് ഈ മീൻസ് കൾച്ചർ, നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത് വന്നിരുന്ന കൾച്ചർ, സാംസ്കാരികം അല്ലേ, അത് റാഷണലിസം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സയൻസിന് സാധിച്ചു. അതാണ് അതിനകത്ത് വരുന്നത്. ദൈവശാസ്ത്രം, അതിനകത്ത് നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ജനങ്ങൾക്ക്. അവസാനമായിട്ട് കണ്ടിന്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മൾ ഇവല്യൂഷൻ, അതായത് ശാസ്ത്രീയ വിപ്ലവം കൂടുതൽ ശാസ്ത്രീയ അന്വേഷണത്തിനും പര്യവേഷണത്തിനും കളമൊരുക്കി. രസതന്ത്രം, ജീവശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ തുടർന്നുള്ള മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി. അതായത് ഒരുപാട് ഡിസിപ്ലിൻ, ഒരുപാട് സബ്ജക്റ്റുകളിലേക്ക് ശാസ്ത്രം പുരോഗമിച്ചു, വ്യാപിച്ചു. രസതന്ത്രം, അതായത് കെമിസ്ട്രി, അതുപോലെ തന്നെ ജീവശാസ്ത്രം, ബയോളജി, വൈദ്യശാസ്ത്രം, മെഡിസിൻ, ഈ മേഖലകളിലൊക്കെ ശാസ്ത്രത്തിൻ്റെ വിപ്ലവം കൂടുതൽ ശാസ്ത്രീയ അന്വേഷണത്തിനും പര്യവേഷണത്തിനും കളമൊരുക്കി. അതാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ജ്ഞാനോദയ ചിന്തകരെയും ആധുനിക ശാസ്ത്ര സ്ഥാപനങ്ങളുടെ വികസനത്തെയും സ്വാധീനിച്ചു. ഇന്നും ശാസ്ത്രീയ സമ്പ്രദായത്തെ രൂപപ്പെടുത്തുന്ന തത്വങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ സയൻസ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ദിവസേന ജനിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ടെക്നോളജിയുടെ ആവിർഭാവം അല്ലേ, വിവരസാങ്കേതിക വിദ്യയുടെ ആവിർഭാവം, ഇതൊക്കെ സയൻസിൻ്റെ റെവല്യൂഷൻ്റെ ഭാഗമാണ്. ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എക്സാം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ബൈ.